അവിടെ ആ ഡീറ്റെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോറിലേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഈ ഡീറ്റെയിൽ ഡ്രഗ് അബ്യൂസ് കൂടുമ്പോൾ വയലൻസ് കൂടുന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വേറെ ലിങ്ക് അയച്ചിട്ടുണ്ട് ഇപ്പൊ 2023 ഇന്ത്യൻ എക്സ്പ്രസിനകത്ത്. ഓക്കെ, ലാസ്റ്റ് നീ അയച്ചതല്ലേ നീ ഒരു PDF അയച്ചായിരുന്നു അതിന്റെയോ? അതിനകത്തിൽ അവർ പറയുന്നത് ഡ്രഗ് യൂസ് ചെയ്യുന്ന, അതായത് കേരളത്തിൽ നടന്നിട്ട് സ്റ്റഡിക്കകത്തിൽ 400 പേരെങ്ങാണ്ട് സ്റ്റഡി നടത്തി. അതിനകത്തില് ഡ്രഗിനകത്ത് യൂസ് ചെയ്യുന്ന ഏകദേശം 40% പേരെങ്ങാണ്ട് കിട്ടി. അതിനകത്തില് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഡ്രഗ് യൂസ് ചെയ്യുന്നവര് സൂയിസൈഡൽ ഇത് കാണിക്കുന്ന പറയുന്നത്, ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ PDF-ന്റെ അത് നടക്കും. അത് നമുക്ക് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നാഷണൽ ബ്യൂറോ ഓഫ് ക്രൈം റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടറാണ്. നമുക്ക് 2020 വരെയുള്ള റിപ്പോർട്ട് PDF ആയിട്ട് ഇട്ടിട്ടുണ്ട്. 2024 PDF എങ്ങനെയാണ് കിട്ടുന്നില്ല. ഓക്കെ എടാ, അതില് ഒരു കാര്യം കൂടെ ഉണ്ട്. അത് സെൻട്രലിലെ കീഴിലാണല്ലേ ഇത് വരുന്നത്? അല്ല, അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന കേസാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് കേരളത്തിലുള്ള പോലീസ് റെക്കോർഡ് ചെയ്യുന്ന കേസിന്റെ ഡയറക്റ്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, എന്തായാലും കാണുമായിരിക്കും റിപ്പോർട്ട് ഇതുവരെയും വരാത്തതിന്. ഒന്നീ പൂഴ്ത്തിയേക്കും എന്തെങ്കിലും ആയിരിക്കും. അല്ല, നമുക്ക് വെളി കിട്ടുന്നില്ല. അതാ സംഭവം ഇറങ്ങി അതിന്റെ ലിസ്റ്റ് ഒക്കെ കുറെ വീഡിയോ കിടക്കുന്നു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഉണ്ടെങ്കിലല്ലേ അറിയുന്നുള്ളൂ. ജൂനിയേഴ്സിന്റെ ക്രൈം എത്ര. അല്ല, അത് ചിലപ്പം വിടാത്തതും ആയിരിക്കൂടാ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതില് എന്താ പറയുന്നേ, ഒരു പ്രശ്നമായിട്ടുള്ള എന്തെങ്കിലും ഡേറ്റയും കാണുമായിരിക്കും. ഞാൻ എടാ ഇന്നേ ഫ്രീക്നോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് വായിക്കുമായിരുന്നേ. അത് ബേസിക്കലി ചെയ്തേക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡേ ടു ഡേ നടക്കുന്ന പരിപാടികൾ എക്കണോമിക്സും അതിന്റെ ബാക്കിലെ ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്തേക്കും. മാസീവ് ഡേറ്റയിൽ എങ്ങനെ ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ. ഇവിടെ അതിലൊരു ഇൻട്രസ്റ്റിംഗ്, അതിന്റെ ഫസ്റ്റ് സാധനം തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് ഏകദേശം എഴുതാം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1990s US ക്രൈം റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അതും ടീനേജേഴ്സിന്റെ ക്രൈം റേറ്റ്. എല്ലാ പിള്ളേരും ഭയങ്കരമായിട്ട് വയലൻസും അങ്ങനെയുള്ള ഇതിലോട്ട് വരുന്ന ഒരു കേസായിരുന്നു. അപ്പോ അന്നേരത്തെ എനിക്കൊന്ന് പ്രസിഡന്റ് ആരാന്ന്, കെന്നഡിയോ ആരാന്ന് അറിയത്തില്ല, നോക്കണം. അതിൽ എഴുതിയിരുന്ന മറന്നുപോയി. അയാൾ പറയുന്നത് നമ്മൾ ഡ്രാസ്റ്റിക് മെഷേഴ്സ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത ജനറേഷൻ, അടുത്ത പ്രസിഡൻസിന് ഇവിടെ ഭരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എന്നിട്ട് ഇതിലെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്നേരത്തെ എക്സ്പെർട്സ് എല്ലാം പ്രഡിക്ട് ചെയ്തത് US ടീനേജ് ക്രൈം റേറ്റ് 50% അടുത്ത 10 years കൂടുവെന്ന. അതായത് ക്രൈം കുറയാൻ പോകുന്നില്ല, കൂടുവെന്ന. പക്ഷെ ആക്ച്വലി നടക്കുന്നത് നേരെ തിരിയും, റിവേഴ്സ് ആവും. ക്രൈം റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. അതാണ് കോമഡി. അതാണ് ക്രൈം റേറ്റ് കുറയും. പക്ഷേ ഇത് ആക്ച്വലി ഇയാൾ പറയുന്നത് ഇത് അവിടുത്തെ പോലീസിങ്ങിന്റെയോ അല്ലെ ഗ്ലോബൽ എക്കോണമിയുടെയോ ഒന്നും കാര്യമല്ലെന്ന്. കാര്യം ഇതിന് ഒരു 10-20 കൊല്ലം മുന്നേ ഏതോ ഒരു വിമൻ, ബേസിക്കലി അവര് ഡ്രഗ് അബ്യൂസ്ഡ് ആയിരുന്നു. അവര് എന്താ പറഞ്ഞേ, കുഞ്ഞുങ്ങളുണ്ടായ അതിന് ദത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് പിന്നെയും അവർ പ്രഗ്നന്റ് ആയി. അന്നേരം അതിന്റെ പുറകെ പിടിച്ചുകൊണ്ട് ഈ അബോർഷന്റെ ലോ ഉണ്ടല്ലോ, അതിന്റെ മൂവ്മെന്റ് അത് പിടിച്ചോണ്ട് അവിടെ നടക്കുന്നത്. അപ്പം ബേസിക്കലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അത് ഏറ്റെടുത്ത് അറ്റ് ദി എൻഡ് US സുപ്രീം കോടതി അബോർഷൻ ഓക്കെ ആക്കി, അതായത് ചെയ്യാവുന്നുള്ള ഇതിൽ വന്നു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഡേറ്റ വെച്ചിട്ട് പറയുന്നത് അതോടുകൂടി ഇങ്ങനെ എന്താ പറയുന്നത്, സപ്രസ്ഡ് ആയിട്ടൊക്കെ ഒരുപാട് പിള്ളേരോട് ജനിക്കുമല്ലോ. കാര്യം ഇവരെ നോക്കാൻ ആരുമില്ല, ഫാദറില്ല, മദറില്ല, ഫാമിലി ഇല്ല. ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പിള്ളേര് ക്രൈമിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു അബോർഷന്റെ ലോ വന്ന് ഒരുപാട് ബർത്ത് അങ്ങനെ കൺട്രോൾ ആയപ്പോഴത്തേന് അതാണ് ആക്ച്വലി അമേരിക്ക അന്നേരം ആ ടൈമിൽ രക്ഷിച്ചത്. കൺട്രോൾ ആയത് അതാണ്. അതായത് ഈ റീസൺ ഇവർക്ക് പോലും അറിയാത്ത സാധനം ഇതിന് മുമ്പ് നടന്നൊരെണ്ണത്തിന്റെ എഫക്റ്റ് ആയിരുന്നു വന്നത്. അല്ല, ഇതിന്റെ ഡേറ്റ ഉണ്ടടാ. അല്ല, അങ്ങനെ ആൾക്കാര് അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ പണ്ട്. ആൾക്കാർ അനലൈസ് ചെയ്യും. അതെ അതെ.
ഇത് ഇവര് പഠനം നടത്തി ഇപ്പോഴാണ് മെഷേഴ്സ് ഉണ്ട്, എല്ലാം റീസൺ കൊണ്ട് അറിയാൻ പറ്റും. അങ്ങനെ ആ ബുക്ക് പക്ഷെ നമ്മുടെ മൊത്തം ഇരിപ്പുണ്ട് ആ സാധനം. ഇത് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ ഏതോ ഒരുത്തൻ ഇത് സജസ്റ്റ് ചെയ്താടാ ഈ സാധനം. സോറി, ഫ്രീക്നോമിക്സ് എന്ന് പറയുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത്, എനിക്ക് ഇന്ന് കിട്ടിയുള്ളൂ. ഇതിന്റെ ഫസ്റ്റ് സാധനം ഇതാ, ഇതിനെ പറ്റിയാ പറയുന്നത്. സംഭവം സംഭവം കൊള്ളാം. ഇതിന്റെ സെക്കൻഡ് ഇതിന്റെ അകത്ത് ബേസിക്കലി ഈ ഇൻസെന്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി. നമ്മള് തെറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു റിവാർഡ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മളുടെ മനസ്സതിനെ ഓക്കെ ആക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള കുറെ സെറ്റപ്പുകളെ പറ്റി. സംഭവം കൊള്ളാം. അതിപ്പം മറ്റേ വീരപ്പനെയും ആൾക്കാരെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന അങ്ങനെയാണ്. അത് ആ ഒരു തന്നെ. ഇതിന്റെ സെക്കൻഡിനകത്തിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് മൊത്തം ഇതിലുള്ള ഫുൾ സാധനം സ്റ്റഡീസ് ആണ്. അടുത്തതൊരു ഡേ കെയറിലെ ഒരു സ്റ്റഡി ഉണ്ട്, ഹൈഫ ഇസ്രയേലിൽ നടന്നത്. അവിടെ ഇപ്പം എക്കണോമിസ്റ്റുകൾ നടത്തുന്ന ഒരു സ്റ്റഡിയാ. ഡേ കെയറിൽ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പേരൻസ് വരുന്നത് ലേറ്റ് ആയിട്ടാ. അപ്പൊ എന്തോ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അവിടുത്തെ ടീച്ചേഴ്സിന് ഇപ്പൊ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടെല്ലാം വരുമല്ലോ, അവരുടെ ജോബ് ടൈമും കഴിഞ്ഞിട്ട്. ഇവര് എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 1-2 ആഴ്ച വാണിംഗ് കൊടുക്കും പേരൻസിന്. അതായത് നിങ്ങൾ വന്ന് കൊണ്ടുപോകണം. എന്നാലും ഒരുപാട് ആൾക്കാർ വരാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അന്നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവര് ഫൈൻ വെക്കും, $3. അതായത് 4 തവണ എങ്ങാണ്ട് ഇവര് മിസ്സായി കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് ടൈമിന് വന്ന് പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോയില്ലേല്, 4 ടൈമാന്ന് തോന്നുന്നു, നോക്കണം, $3 പെനാൽറ്റി. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, പിള്ളേരെ കൂട്ടിക്കൊണ്ട് വരാൻ കറക്റ്റ് ടൈമിന് വരുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഫൈൻ കൊടുക്കാൻ തുടങ്ങി ആൾക്കാർ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫൈൻ കൊടുത്തു കഴിഞ്ഞാലും പിള്ളേർ അവിടെ ഉണ്ടല്ലോ, സേഫ് ആണ്, അവര് പോകത്തില്ല. അവർക്ക് ആ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടല്ലോ, അത് ബേസിക്കലി അതെ മണിയുടെ മറ്റേ അതൊക്കെ പോയി ഇല്ലാതായി. അങ്ങനത്തെ ഒരു ഇൻസെന്റീവിന്റെ എല്ലാം ഇങ്ങനത്തെ ഡേറ്റയുടെ കാര്യമാണ് പറയുന്നത്. സംഭവങ്ങളാ. ഇപ്പൊ ഈ ടീനേജിന്റെ ഇത് ഞാൻ കണ്ടപ്പം, നമ്മുടെ ഇവിടെ പക്ഷെ അങ്ങനെ ആയിരിക്കും പറയാനൊക്കത്തില്ല. മേ ബി ആയിരിക്കും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞു വല്ല ആണെങ്കിൽ ടെൻഡൻസി കൂടുതലായിരിക്കും. മീൻസ് എപ്പോഴും. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതിനോട്ട് മൂവിയുടെ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മറ്റൊരു ബഹർന്ന് പറഞ്ഞ പയ്യനെ മറ്റേ റാഗിയെ കൊല്ലുമല്ല, അവനെ ആത്മഹത്യ ചെയ്തിട്ട്. അത് പക്ഷേ നടക്കാത്ത സംഭവമല്ല. എല്ലാ വർഷവും റാഗിയിൽ ആത്മഹത്യ, പക്ഷെ നമുക്ക് ആ അവസ്ഥ റിലേറ്റ് ചെയ്യാം. ഇതില് പക്ഷെ വേറെ പറയാനുണ്ടടാ, ഇപ്പോഴത്തെ പിള്ളേര് അവര് ഭയങ്കര ഫ്രാജൈലാ. പഴയതിന്റെ കൂട്ടൊന്നും ആണെന്നൊന്നും തോന്നുന്നില്ല. കാര്യം ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ അന്നേരമേ സൂയിസൈഡ് എന്നുള്ളൊരിതാ. പിന്നെ ഈ മെഹറിന്റെ കേസിലടാ, പിന്നെ വേറെ കാര്യമുണ്ട്. ഇന്ന് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ന്യൂസ് ഇങ്ങനെ വരും പഴയതിനെക്കാട്ടിലും. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ അടിയാണെന്നൊന്നും വാർത്തയാവുന്നില്ല. ഇപ്പൊ എന്ത് നടന്നാലും വാർത്തയാണ്. ഇപ്പൊ നമുക്ക് നമുക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റും ഭയങ്കര പ്രശ്നങ്ങളാണ്, വെളിയിറങ്ങി കഴിഞ്ഞ പ്രശ്നങ്ങളാണ്, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാവുന്നു. ഈ മീഡിയ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ആയിരിക്കും. പണ്ടൊക്കെ നമ്മുടെ തലച്ചറ വീടിന്റെ അവിടെ നടക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആരും അറിയുന്നില്ല. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി മൊത്തം അറിയാം. അത് തന്നെ. അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മുടെ വീടിന്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യം നമ്മൾ ചിലപ്പോ ഫേസ്ബുക്കിൽ കിടക്കുന്നതായിരിക്കും കാണുന്നത്. അതും വലിയ പ്രശ്നമാണ്. മറ്റേ നമ്മുടെ വല്ലാത്തൊരു കളിക്കാത്തില് മറ്റേ പുള്ളി പറഞ്ഞില്ല, ഇപ്പം ന്യൂസ് കാർണേലല്ലേ നടക്കുന്നത്. അവർക്ക് ന്യൂസ് എന്തും എടുത്തിടും. അതും പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഈ കട്ട് ചെയ്ത് വളച്ചൊടിക്കൽ പരിപാടി. അയാളുടെ ഇന്റന്റ് വേറെ ആയിരിക്കും, ഇടയ്ക്കുന്ന ഒരു കട്ട്, ഒരു വെട്ട്, ഒരു ജോയില്. നമ്മൾ വിശ്വസിക്കുകയും അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആവല്ലോ. ആ രീതിയിലാണല്ലോ ഡേറ്റ പടച്ചു വിടുന്ന ഇവന്മാരെല്ലാം ചേർന്ന്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കോമഡിയാണ്. ഇതിലെ വിറ്റിതിന്റെയൊക്കെ കീഴടക്കുന്ന കമന്റാ. ഒരു 2 ആഴ്ച മുന്നേ ഈ ഏതോ ഒരു പത്രമല്ല, ഈ ന്യൂസ് ചാനലുകാരന്മാർ ഈ ഫേസ്ബുക്കിലെല്ലാം മറ്റേ ഇതിടുമല്ലോ, അന്നേരത്തെ ഹോട്ട് ന്യൂസ് ചെറിയ ആനിമേഷൻ പോലൊക്കെ ആക്കിയിട്ട്. ഞാൻ യൂട്യൂബിൽ റീൽസ് ഇട്ട്, ചൂട് കാപ്പി ചായ കുടിക്കുന്നത് ക്യാൻസർ കൂട്ടുമെന്ന് പറഞ്ഞോണ്ട് സാധനം. മൂവിയാണോ ഏതാന്ന് എനിക്കറിയത്തില്ല, ഏതോ ഒരെണ്ണത്തിന്റെ. ഇനി ഈ ട്രോളന്മാർ ഉണ്ടാക്കിയാണോന്ന് എനിക്കറിയത്തില്ല.
ഈ ആഴ്ച ഞാൻ വേറൊരു കണ്ടു, ചൂട് കാപ്പി ചായ കുടിക്കുന്നത് ക്യാൻസറിന്റെ ചാൻസസ് കുറയ്ക്കുമെന്ന് പഠന റിപ്പോർട്ടെന്ന്. അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടേക്കുന്നത് ഇക്കാര്യം ഞാൻ കണ്ടാണോ മറ്റേത് 2 ആഴ്ച മുന്നേ നിങ്ങൾ ഇത് പറഞ്ഞു ഇപ്പൊ ഇത് പറഞ്ഞു നാണമില്ലെന്ന് പറഞ്ഞോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ വെള്ളം കുടിച്ച് ജീവിച്ചോളാന്ന് പറയുന്നത്. ഒന്നും പറയാനൊക്കെ ഇല്ലളിയാ. മീഡിയാസ് എന്ന് പറയുന്നത് ബേസിക്കലി മണിയാണ്. ഇപ്പൊ മലയാളമെന്നുണ്ടെങ്കിൽ എല്ലാരും ഏത്തിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യും, പുരോഗമനം പ്രസംഗിക്കുകയും ചെയ്യും, രാവിലെ വാരഫലവും ദിവസഫലവും പറയുകയും ചെയ്യും. അതാണ് ബേസിക്കലി മണിയാണല്ലോ. ഇപ്പം അങ്ങനെ ലെജിറ്റ് ആയിട്ടുള്ള മീഡിയ ഒന്നും ഉണ്ടെന്നൊന്നും പറയാൻ നോക്കത്തില്ല. എല്ലാം PR വർക്ക്, അന്നേരം ഹൈപ്പിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ എല്ലാം അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്നിപ്പം ലെറ്റ്സ് നമ്മുടെ അന്ന് മറ്റേ മലയിലോട് ഇടിഞ്ഞ് ട്രക്കെല്ലാം വീണ് എന്റെ ആ കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞു. അതെന്തുവായിരുന്നു? അല്ല, അന്ന് ആ സമയത്തല്ലേ മറ്റേ വയനാട് ദുരന്തത്തെക്കാളും എല്ലാവർക്കും അറിയുന്നത് മറ്റായിരുന്നു. ഒരാൾ മരിച്ച സംഭവമായിരുന്നു എല്ലാവർക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ആർക്കും അറിയണ്ട അവരുടെ എന്തുവായി പരിപാടി. വയനാട് വന്ന് കോഴിക്കോട് നടന്നു, മൂന്നെണ്ണം കടന്ന് വയനാട് മാത്രം ടീച്ചോടെ കൂടി വന്നു. ബാക്കിയുള്ളതൊന്നും സപ്രസ് ആയി പോവുകയും ചെയ്തു. ഞാനതുകൊണ്ടൊക്കെയാണ് ഈ പരിപാടി അങ്ങ് നിർത്തിയത്. വാർത്ത കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാം ഇതൊക്കെ തന്നെ. ഇവന്മാര് ഇന്നൊന്ന് നാളെ എന്നാടാ പത്രം വായിക്കുന്ന അതേ ഉള്ളൂ. ഞാൻ രാവിലെ പത്രം വായിക്കത്തുള്ളൂ. ഞാൻ രാവിലെ എന്നും മനോരമ വായിക്കും, അത്രേ ഉള്ളൂ. വേറെ പിറ്റേന്ന് വരട്ടെ, കറക്റ്റ് ആയിട്ടുള്ള വാർത്തയൊക്കെ വരട്ടെ എന്നേലും അറിഞ്ഞാൽ മതി. ഇപ്പം പക്ഷേ ഈ കുട്ടികൾക്ക് എതിരെയുള്ള മറ്റേ ക്രൈംസ് വളരെ കൂടുതലാന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു, +2 ഉള്ള ഒരു പയ്യൻ 9ാം ക്ലാസ്സുകാരനെ കുത്തിയത്. ഇവന്മാര് നേരത്തെ ചിന്തിച്ച് ഡിസൈഡ് ചെയ്ത് കത്തിക്കൊണ്ട് വന്നേക്കോ. കൂടിപ്പോയൊരടി, അങ്ങോട്ട് പോയൊരടി, ഇങ്ങോട്ട് പോയൊരടി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പേടിയുണ്ടടാ. ആ പേടിയായിരുന്നു അന്നത്തെ ഒരിത്. നമുക്ക് അതിന് നമ്മുടെ മേളിൽ ഒരു അതോറിറ്റി ഉണ്ടെന്നുള്ള ഒരു ഇതായിരുന്നു. ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴത്തെ അങ്ങനെ അന്നും ഇല്ലെന്ന്. ആ ഒരു ഇതില് കുറച്ച് ഇപ്പൊ നമ്മൾ ഈ ആൾക്കാർ ഭയങ്കര ടോളറൻസ് ആണ്, റെസിഡന്റ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ വെറും പറഞ്ഞു. അടുത്ത ജനറേഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. ഭയങ്കര വയലൻസ് സ്വന്തം ഈഗോ തന്നെ അവർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സ്വന്തം ഈഗോ തന്നെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യലി ഇറങ്ങി കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഈ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പം മറ്റേ കേസുള്ള ഏജൻസി പിള്ളേരെയൊക്കെ ഹയർ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അവര് നമ്മളൊക്കെ പ്രൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ പ്രൂവ് ചെയ്യേണ്ട ഒരു കേസാ. ആ ഒരു സീനൊക്കെ തന്നെ അതും മാറും. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സ്പൈക്കില് കുറെയൊക്കെ മൂവിക്കും പങ്കുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനും ഒക്കത്തില്ല. കാര്യം ഇപ്പൊ ഒരു കഴിഞ്ഞ കുറെ നാളായിട്ട് ഇരുന്ന് ഈ വയലന്റ് മൂവീസ് എല്ലാം കാണുമ്പോ ഇവര് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. സംഭവം ഉണ്ടല്ലോ, എല്ലാരും ഇൻഫ്ലുവൻസ്ഡ് ആവും. നമ്മുടെ മനസ്സിലും അങ്ങനെയൊക്കെ ആയ കൊള്ളാം. ഇപ്പൊ പാബ്ലോ എസ്കോബാറിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലും പക്ഷെ വേറൊരു അതാണ് അതിലെ മെയിൻ പോയിന്റ് അളിയ. റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം ഉണ്ട് ഇവർക്ക്. ഇവര് ഒരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത് മൊത്തം. ആ ഒരു സീൻ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു വ്യത്യാസം മനസ്സിലാകുന്നു. ആ ഒരു പക്ഷെ ഇതല്ലാത്ത പിള്ളേരും ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല കേട്ടോ. കൂടുതലും പക്ഷേ എനിക്ക് തോന്നുന്നു എന്നാ പറയുന്നേ, ഈ ഇപ്പോഴത്തെ ഈ ഓറയും കുറെ സാധനമൊക്കെ ഉണ്ടല്ലോ ഇവർക്ക്. സ്കിപ്പിടിയോ ഓറയോ പൂക്കിയോ എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. 100 ഓറ 1000 ഓറ സ്കിബിഡിയൊക്കെ ആയിട്ട് സാധനമൊക്കെയാ, വാക്കൊക്കെയാ. സ്കിബിഡി ടോയ്ലറ്റോ എന്തൊക്കെയോ സീനൊക്കെ ഉണ്ടല്ലേ. എന്താടാ എടാ ഒരിക്കലും പറയാനൊക്കത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ യൂസ് ചെയ്യുന്ന ടെക് മൊത്തം അതിന്റെ മുമ്പത്തെ ജനറേഷനിൽ വന്ന ടെക്നോളജീസും അതും ഇതുമായിരുന്നു. ഇവർക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടണം. ഇവര് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് വർക്ക് ചെയ്യണം. ഇവര് ബേസിക്കലി കമ്മിറ്റ്മെന്റ് എന്നൊരു പരിപാടി ഇല്ലാത്ത ടീമാ ഇവര്. എന്നാ പറയുന്നേ, ലൈഫ് എന്ന് പറയുന്നത് ഈ
ഫോൺ, ഇൻസ്റ്റാഗ്രാം, വാട്ടെവർ അടിച്ചു പൊളിച്ച് അങ്ങനെയുള്ള അത്രേ ഉള്ളൂ. അന്നേരത്തെ അടിച്ചുപൊളി അത് കഴിയുന്നു. നമുക്ക് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിന്റെ കൂട്ട് ഒരു പ്രോബ്ലത്തിന്റെ പുറകെ ഇരുന്ന് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പരിപാടിയൊന്നും അല്ല ഇപ്പൊ. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് ലൈൻ അടിക്കുന്ന കാര്യം പോലൊന്നുമല്ല. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻഷിപ്പോ വേറെ ഏതാണ്ട് ഷിപ്പോ റിലേഷൻഷിപ്പോ കുറെ കഴിഞ്ഞിട്ട് അവിടെ വരുന്നുള്ളൂ. അതെ, കുറെ ഷിപ്പുകളുണ്ട്. അതെ, ഇത്രയും ഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. നമുക്ക് റിലേഷൻഷിപ്പ് ആവണം തോന്നിയാലോ എന്തിന് നമുക്ക് അങ്ങനെ ഒരു ഇതേ തോന്നിട്ടില്ല. അല്ല, ഉണ്ടേലും അതിൽ ഒറ്റ ഒരു ഇതേ ഉള്ളൂ, റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് കുറെ ഷിപ്പില്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ അത് ഭയങ്കര റിലേഷൻഷിപ്പ് ആയിരുന്നു. അതെ അതെ ആരോടെ ഇങ്ങനെ പോയിട്ട് സംസാരിക്കുന്നു. അതെ, അന്നേരമേ സെറ്റ് ആയിരുന്നതാ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഡിഫറൻസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ ബേസിക്കലി വേറെ കൾച്ചറൊക്കെ കണ്ടിട്ടും ഇൻഫ്ലുവൻസ് ആവുന്ന വരുന്നുണ്ട്. കാര്യം റൂട്ട് ലെവലിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സാധനമുണ്ട്, അതിനെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ കൂട്ട്, അതെ അതെ, ഇപ്പൊ ഈ കൊറിയൻ സ്റ്റൈല് അത് ഇത് ഇവന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. കൊറിയൻസിന് ഇന്ത്യക്കാരെ കണ്ണെടുത്ത കണ്ടുകൂടാന്നുള്ള, അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ല. ഇന്ത്യൻസിന്റെ ഇത് കൾച്ചറെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ ചെന്നിട്ട് കാണിക്കുന്ന വൃത്തികേടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവന്മാരുടെ കേസ് കുറച്ച് വ്യത്യാസമായി. ഇവര് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസും അതും ഇതും അങ്ങനെയൊക്കെ കൊറിയൻസും അതെല്ലാം. ഇവർക്ക് അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട്, എന്താ പറയുന്നത്, റേസിസ്റ്റ് ലെവലിലൊക്കെ ഉള്ളത്. അവിടെ ഞാൻ ഈ പുള്ളിക്കാരൻ്റെ തന്നെ വീഡിയോ തോന്നുന്നു, നമ്മുടെ പുള്ളിക്കാരൻ്റെ എന്തായാലും വല്ലാത്തൊരു കഥയുടെ തന്നെയാന്ന് തോന്നുന്നു, അതിലാന്ന് തോന്നുന്നു കണ്ട്. പുള്ളിയുടെ ഏതോ എപ്പിസോഡ് ഈ കൊറിയൻസിന്റെ ഇത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അവര് ഭയങ്കര ഇതായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ളത്. അത് ജർമ്മനി എല്ലാ യൂറോപ്യൻസും അങ്ങനെയാണെന്ന് തോന്നുന്നു. അവര് ഡിസ്റ്റൻസ് തോന്നുന്നു എല്ലാവരുമായിട്ട്. എസ്പെഷ്യലി ജർമ്മനി, അവിടൊക്കെ ഉള്ളവന്മാര് ഇംഗ്ലീഷ് പോലും സംസാരിക്കത്തില്ല. ആ ഒരു വെളിയിൽ നിന്ന് ആൾക്കാർ ചിലപ്പം ആര് ടോപ്പ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഉള്ള തോന്നലുകളാണ് ഇപ്പോഴും. ഉറപ്പായിട്ടും കാണൂടാ. പിന്നെ മറ്റേ പോയിന്റും ഉണ്ട്, അവരുടെ ഉള്ളിൽ ഇപ്പോഴും പഴയ ആര്യ സങ്കല്പമൊക്കെ കാണും. അത് എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കരമായിട്ട് അങ്ങ് മൾട്ടി കൾച്ചറൽ സെറ്റപ്പ് ആണല്ലോ. ബാക്കി ഒരു രാജ്യത്തിനും ഇത്ര ഇത് പറയാനൊക്കത്തില്ല. ഇല്ല, ബാക്കി പറയാൻ. അതെ അതെ, ആ ഒരു പോയിന്റ് കാര്യം. ഈ ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇതുള്ള ഒരു സ്ഥലം നമുക്ക് വേണമെങ്കിൽ ആഫ്രിക്ക പറയാം. പക്ഷെ ആഫ്രിക്ക മൊത്തത്തിൽ ഈ ഇതിന്റെ കാസ്റ്റിന്റെ ബേസിൽ അങ്ങ് സ്പ്ലിറ്റ് ആയി പല ഇതാ. നമ്മുടെ ഇവിടെ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത്. അതിന്റെ ഒരു ഇതാടാ കാര്യം. നിനക്ക് മറ്റവനെ തല്ലിക്കൊള്ളണമെന്ന് പറഞ്ഞാലും ഒക്കത്തില്ല. അതുകൊണ്ട് ഇല്ലെന്നല്ല, പക്ഷേ പിന്നെ ഒരു വാസ്റ്റ് ലെവലിൽ പറയുവാണെങ്കിൽ ഇപ്പൊ നാളെ പോയി ലെറ്റ്സ് ഇപ്പം പറയാം മണിപ്പൂരിലുള്ളവരെ മൊത്തം അടിച്ചുകൊള്ളൂന്ന് മറ്റവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒക്കത്തില്ല. ആ ഒരു എടാ അവന്മാർക്ക് വട്ടടാ. ഞാൻ കുറെ നാൾ വിചാരിച്ചിരുന്ന ഈ നോർത്ത് ഈസ്റ്റിലുള്ളവരൊക്കെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു, അവര് ഈ ട്രാഫിക് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ കാണുമല്ലോ. അല്ല, എനിക്ക് ഈ മണിപ്പൂരിലെ അവിടുത്തെ ഈ പ്രശ്നമെല്ലാം കണ്ട് തോന്നി അങ്ങനെയാടാ. ഇവന്മാർ ഇപ്പോഴും ഈ ഗോത്രമൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റടുത്ത് തന്നെ പിടിച്ചിട്ട് അടി കൊടുത്ത് വിടുമല്ലോ. ഇവന്മാരെ അടിച്ച് കൊല്ലുക, ഇവന്മാർ വൺ ലെവൽ ക്രൂവൽറ്റി ആണ് അവിടെ നടക്കുന്നത്. പിന്നെ കുറെയൊക്കെ അങ്ങ് ചൈനയിൽ നിന്നൊക്കെ സ്പോൺസേർഡ് ആയിരിക്കുമല്ലോ, അതൊന്നും പറയാനൊക്കത്തില്ല. പറയുവാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. എന്തായാലും ഒരു കീ സാധനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വയലൻസ് ഈസ് ബേസിക്കലി നമ്മുടെ ജീനിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ആ ഒരു അതെ ആ ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതിന്റെ ഏറ്റവും ഡീപ്പ് കോറിലുള്ള സാധനമാണ് കാണുന്ന മൊത്തം. അതിന്ന് ഉറപ്പായിട്ടും നമുക്കും കാണും. നമ്മളിപ്പോ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ചിലപ്പോൾ നമ്മളും അതൊക്കെ തന്നെ ചെയ്തെന്നിരിക്കും. ഡു ഓർ ഡൈ എന്നുള്ള ഒരു സീനിലൊക്കെ ഒന്നും പറയാൻ അല്ലേ അടിച്ചു വന്നിട്ട് പോകും. അല്ലടാ, ഇപ്പൊ ഇതുപോലൊരു വൻ അടിപിടി നടക്കുവാന്ന് വെച്ചോ, കംപ്ലീറ്റ്ലി അനിയലൈറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ഇത് തമ്മിൽ എന്തോരും അങ്ങനെ വരുമ്പം ഒരു സീനൊക്കെ തന്നെ. 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 ഒരു സീനൊക്കെ തന്നെ.
ഇഷ്ടപ്പെടുമല്ലോ. ബേസിക്കലി എല്ലാവർക്കും ഫ്രീഡം ആണെന്ന് തോന്നുന്നു പ്രശ്നം. ആ ഫ്രീ ആ പോയിന്റ് പറഞ്ഞപ്പോൾ ഓർത്തേ, ഈ പിള്ളേരുടെ കാര്യം പറയുന്നതല്ലേ, കുറച്ച് ഫ്രീഡം കുറച്ച് കൊടുക്കുന്നതിനാ നല്ലത് എന്നല്ല പറഞ്ഞതിന്റെ വിട്ട്. ഈ ഒരുപാടൊക്കെ ഫ്രീഡം ഇച്ചിരി പ്രശ്നമാണ്. അൺസ്ട്രെയിൻഡ് ഫ്രീഡം ആണ് എപ്പോഴും നല്ലത്. അതെ അതെ അതെ, ഒരു ബൗണ്ട് വേണം. പിന്നെ അല്ലെന്നുണ്ടെങ്കില് അത് ഈ സ്റ്റേറ്റ് നമുക്ക് സ്റ്റേറ്റ് നമ്മുടെ ഒരു 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 സിവിലൈസേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ചോദ്യം അതല്ലേ. അതായത് നമ്മുടെ സിറ്റിസൺസിന്റെ സമൂഹത്തിൽ ലിബർട്ടി അവർ ഗിവപ്പ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് അവർ നല്ലൊരു നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ട് അവിടെ പ്രിലിഫർ ചെയ്യാൻ. ആ ലിബർട്ടി ഗിവപ്പ് ചെയ്യുന്നത് നല്ലതിനു വേണ്ടിയാണ്. പക്ഷേ എടാ ഇതിലെ പ്രശ്നം ഫ്രീഡം ആയി കഴിയുമ്പോൾ അവിടെ എന്താണ് അനാർക്കി ഉണ്ടാവും, കേവസ് ഉണ്ടാവും. ആക്ച്വലി ഈ ഫ്രീഡം തന്നേക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും വിചാരിക്കുക. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ്വലി യു കെയിൽ ഇവിടുത്തുള്ളവന്മാർ പോയി കാണിക്കുന്നത് അവിടെ അതിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അവിടുത്തെ സിറ്റിസൺസ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. ഇവര് ചെയ്യാൻ നേരം അവന്മാരെ പിടിച്ച് ഇടിക്കാനും അവിടെ നിയമമില്ല. കാര്യം ഇത് എങ്ങനെ ഓരോരുത്തരും ഇത് യൂസ് ചെയ്യുന്നുള്ളതാണ്. അതാ അതാ, എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിനനുസരിച്ച് സംഭവിക്കും. എന്നാന്നും എല്ലാത്തിനും കൂടെ അടിച്ചിറക്കുന്നതെന്ന് നോക്കണം. ബേസിക്കലി ഇന്ത്യ നല്ലത്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാം. നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്ത്യയിലൊക്കെ? ഇവിടെ ഈ എന്താ പറഞ്ഞ, അതെ അതെ, പൈസ കൊണ്ട് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യയാണ്. ഇവിടെ നിന്നിട്ട് എങ്ങോട്ടേലും, അതെ, പൈസ അല്ലെങ്കിൽ വലിയ പാടാ. പൈസ അല്ലെങ്കിൽ വലിയ പാടാ. എസ്പെഷ്യലി ഇപ്പം ഈ സൈഡും അങ്ങനെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ നോക്കത്തില്ല. എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. പിന്നെ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോയാൽ കുറച്ചുകൂടെ ഹൈ ലെവലാവും. പക്ഷെ അവരാ ഡിവിഷൻ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു അവരുടെ മനസ്സിൽ ഇപ്പോഴും കാണാം. അവര് നേരിട്ട് കണ്ടല്ലേ ഒരു ജനറേഷൻ മുമ്പ്. അവര് വലിയ പ്രശ്നം നമ്മൾ അത്ര എഫക്റ്റ് ആയിട്ടില്ലല്ലോ. ഡിവിഷൻ എന്ന് പറയുന്നതിന്റെ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ കാലത്തിലെങ്കിലും വല്യച്ഛന്മാരൊക്കെ നേരിട്ട് പങ്കെടുത്തല്ലേ. പല കഥകളൊക്കെ അവർ കേട്ടോണ്ടിരിക്കും. ജനിച്ച് വളരുന്നതെല്ലാം അങ്ങനെയല്ല. അതിന്റെ സൈക്ലിക് ആയിട്ടുള്ള ഇതുകൊണ്ടല്ലോ അവിടെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പത്രം. പിന്നെ അതിന്റെ ഒരു സീനാണ് അത്. അതുകൊണ്ട് റെസിലിയന്റ് ആയിക്കുന്നയാടാ. അടുത്തൊരു ജനറേഷൻ അങ്ങനെ ആയിരിക്കും പറയാനൊക്കത്തില്ല. ജനറേഷൻ എങ്ങനെ ഇതിനെ കൺസീവ് ചെയ്യുന്നോണ്ടിരിക്കും. അല്ല, അത് പറയുന്നതിന് വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞോടാ. നമ്മൾ പറഞ്ഞ ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുമ്പോ ഇതാണ് സത്യം എന്ന് പറഞ്ഞുള്ള രീതിയിലല്ലേ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനല്ലല്ലോ. എന്താണ് ഹിസ്റ്റോറിയൻസ് എഴുതിയ അത് ഹിസ്റ്റോറിയൻ എഴുതിയ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ കഴിയാത്ത അവസ്ഥ. വേറെ പോയിന്റ് കൂടെ അതിലുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡാ. എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് ഇന്നലെ ഇപ്പൊ നമുക്ക് തന്നെ ഭ്രാന്താ. ഇന്നലെ നമ്മളൊരു ഇൻഫർമേഷൻ കാണും, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഏത് കൺസീവ് ചെയ്യണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ ഗാന്ധിജിയെ കൊന്നിന് ഗോഡ്സെ വരെ കാരണം എന്ന് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗോഡ്സെയുടെ ഫാനായി. അതാണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ വേറെ രീതി ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അതിപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അത് തന്നെ. നല്ലതായിട്ട് കഥ പറയാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കും നല്ല ഭരണാധികാരി. അതെ 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 അതെ. മറ്റേ ഹിറ്റ്ലറിന്റെ ഒരു പേരുണ്ടായിരുന്നു, ബീർബൽസ് പേരുണ്ടായിരുന്നു, ബീർബൽസ് ഉണ്ടായിരുന്നു. പുള്ളി പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി വിടുമായിരുന്നു, മറ്റേ പുള്ളി പ്രസംഗിക്കുമായിരുന്നു, ആൾക്കാരെ റാഡിക്കലൈസ് ആവും. അങ്ങനെയാണ് ബീർബൽസ്. ഇതിടുന്നുണ്ടോ എന്തോടാ? ഇല്ല, ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് തപ്പിയെടുക്കാം. പിന്നെ വേറൊരു സീനോടുണ്ട്. മിക്കവാറും ഉള്ള രാജ്യങ്ങളിലെല്ലാം ബർത്ത് റേറ്റ് ഭയങ്കര കുറവാ.
സ്പെഷ്യലി ജപ്പാൻ. അതുകൊണ്ട് ഗീബൽസ് കേട്ടോ, GOEBBELS. ഓക്കെ, GUEBELS. എടാ ഇതിന്റെ അകത്തില് ജോസഫ് ഗീബൽസ് അല്ലേ? നമ്മുടെ ഈ റെക്കോർഡിംഗ് സാധനത്തിൽ ഒരു പ്രശ്നം ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഇതൊരു ടാബ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം മറ്റേത്തി സെർച്ച് ചെയ്യുന്നത് ഇത് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ടാബിൽ റെക്കോർഡ് ചെയ്താലേ നിന്റെ ഓഡിയോ അവിടെ നിന്ന് ഇത് പൊക്കത്തുള്ളൂ. നിന്റെ ഓഡിയോ കിട്ടുന്ന ഈ ടാബ് റെക്കോർഡ് ചെയ്യണം. അപ്പൊ അതിലൊരു സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ തന്നെ തപ്പിയെടുക്കണം. അപ്പം എന്നിട്ട് സെറ്റ് ചെയ്യണം. നമുക്കിപ്പോ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ ഒരു വിഷയമല്ല സംസാരിക്കുന്നത്. നമുക്ക് എടാ കുഴപ്പമില്ല, കണക്ട് ചെയ്ത് പോകുന്നതിന് നമുക്ക് ഈ ഒരു രീതി തന്നെ കിട്ടാൻ മതി. നമ്മൾ ഇതിൽ എഡിറ്റും കട്ടുമൊന്നും പോണ്ട. എല്ലാരും ചെയ്യുന്നത് ഇതിനെ ഇപ്പം ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് സാധനമൊക്കെയാണല്ലോ കാണിക്കുന്നത്. ഇപ്പോഴത്തെ പോഡ്കാസ്റ്റ് എല്ലാം വൺ സെറ്റപ്പ്, എല്ലാം കറക്റ്റ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസർ. നമുക്കത് വേണ്ട, നമ്മൾ ഈ പറയുന്ന സ്റ്റൈലൊക്കെ പിടിച്ചാൽ പോരെ. അത് മതി. പക്ഷെ നമ്മൾ ഡേറ്റ പ്രോസസ് ചെയ്യേണ്ടി വരും. നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോഴേ നമ്മൾ മെമ്മറിയെ കുറിച്ച് പറയുന്നത് നമ്മളത് നോക്കേണ്ടി വരും. അത് ഒന്നീ നമുക്ക് റിയൽ ടൈമിൽ അന്നേരം സെർച്ച് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യണം. ആദ്യം നമുക്ക് അറിയാവുന്ന സാധനങ്ങളെ പിടിക്കണം. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇത് വരാൻ നേരം ഇപ്പൊ നീ പറയുവാണെങ്കിലും ഞാൻ പറയുവാണെങ്കിലും നമുക്കൊന്ന് ക്രോസ് കൂടെ ചെയ്ത് നോക്കണം. കുറച്ച് ഡേറ്റ പൊക്കി വെക്കണം, കുറച്ച് ലിങ്ക് സാധനമൊക്കെ. കുഴപ്പമില്ലെന്ന് തോന്നടാ.